എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ 9ാം ക്ലാസ്സിലെ ഫിസിക്സിന്റെ സൗണ്ട് അല്ലെങ്കിൽ ശബ്ദം എന്ന ചാപ്റ്ററിന്റെ ലെറ്റസസ് വിലയിരുത്താമാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് പാർട്ട് ഓഫ് ദ ഫോളോയിങ് സൗണ്ട് സോഴ്സസ് വൈബ്രേറ്റ്സ് പ്രോമിനന്റ്ലി വെൻ സൗണ്ട് ഈസ് പ്രൊഡ്യൂസ്ഡ്? ചുവടെ നൽകിയിരിക്കുന്ന ശബ്ദ സ്രോതസ്സുകളുടെ ഏത് പ്രധാന ഭാഗം കമ്പനം ചെയ്യുമ്പോഴാണ് ശബ്ദമുണ്ടാകുന്നത്? മനസ്സിലായല്ലോ ക്വസ്റ്റ്യൻസ്. 3 തന്നിട്ടുണ്ട്. ഡ്രംസ്, മദ്ദളം, അതുപോലെ തന്നെ ബ്യൂഗിള്. ഇതിലെ ഏത് ഭാഗം കമ്പനം ചെയ്യുമ്പോഴാണ് ശബ്ദം ഉണ്ടാവുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഏതാണ് ഡ്രംസിന്? ഏതാണ് ഡ്രംസിന് ഡയഫ്രം ആണ് അല്ലേ? ഡയഫ്രം. ഡ്രംസിന് ഡയഫ്രം. ഡയഫ്രം എന്ന് പറഞ്ഞാൽ ഏതാണ്? തുകൽ അല്ലേ? തുകൽ കമ്പനം ചെയ്യുമ്പോഴാണ് അവിടെ എന്താണ് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. മദ്ദളത്തിനും എന്താണ്? മദ്ദളത്തിനും ഡയഫ്രം തന്നെയാണ് അല്ലേ? മദ്ദളത്തിനും ഡയഫ്രം തുകലാണ്. ദെൻ ബ്യൂഗിള്. ബ്യൂഗിളിന് ഏതാണ്? എയർ കോളമാണ് അല്ലേ? വായു ആണ്. എയർ കോളം അല്ലെങ്കിൽ വായു കമ്പനം ചെയ്യുമ്പോഴാണ് അവിടെ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ. എ സോഴ്സ് ഓഫ് സൗണ്ട് ഈസ് ആൻ എസെൻഷ്യൽ കമ്പോണന്റ് ഫോർ ഹിയറിംഗ് സൗണ്ട്. വിച്ച് ആർ ദ അതർ 2 കമ്പോണൻസ്? ശബ്ദം കേൾക്കുന്നതിന് ആവശ്യമായ ഒരു ഘടകമാണ് ശബ്ദ സ്രോതസ് എന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലേ? മറ്റു 2 ഘടകങ്ങൾ ഏതൊക്കെയാണ്? മീഡിയം. മീഡിയം ഉണ്ട് അല്ലേ? മറ്റു 2 ഘടകങ്ങൾ മീഡിയം ഉണ്ട്. പിന്നെ ഏതാണ്? ശ്രവണേന്ദ്രിയം, അതായത് ഇയർ അല്ലേ? മീഡിയം ഉണ്ട്, അതുപോലെ തന്നെ ഇയറും ഉണ്ട്. മീഡിയം എന്ന് പറഞ്ഞാൽ അതാണ് മാധ്യമം ഇല്ലേ? മാധ്യമം ഉണ്ട്, അതുപോലെ തന്നെയാണ് ശ്രവണേന്ദ്രിയം അല്ലേ? ശ്രവണേന്ദ്രിയം. ശ്രവണേന്ദ്രിയം നമുക്ക് ആവശ്യമാണ്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ. പ്ലാൻ എ ആക്ടിവിറ്റി ടു ഡെമോൺസ്ട്രേറ്റ് ദാറ്റ് സൗണ്ട് ട്രാവൽസ് ത്രൂ സോളിഡ്സ്. ഖരവസ്തുക്കളിലൂടെ ശബ്ദം പ്രേക്ഷണം ചെയ്യുന്നു എന്ന് തെളിയിക്കുന്ന ഒരു പ്രവർത്തനം ആസൂത്രണം ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ചെയ്യാവുന്ന ഒരു എക്സ്പെരിമെന്റ് ആണ് മാച്ച് ബോക്സ് ഫോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. തീപ്പെട്ടി ഉണ്ടല്ലോ, തീപ്പെട്ടി കോഡ് ഉപയോഗിച്ചിട്ട് നമുക്കൊരു ഫോൺ ഉണ്ടാക്കാൻ സാധിക്കും. അതിനുവേണ്ടി ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ്? 2 മാച്ച് ബോക്സ് വേണം കേട്ടോ, 2 തീപ്പെട്ടി കവർ വേണം. പിന്നെ എന്താണ്? കണക്ട് ദം യൂസിങ് എ ത്രെഡ് ഓർ സ്ട്രിങ്. അത് 2 തീപ്പെട്ടി കവർ എടുക്കുക. എന്നിട്ട് ഒരു ത്രെഡ് ഉപയോഗിച്ച് നമ്മൾ കണക്ട് ചെയ്യുക, നൂല് ഉപയോഗിച്ച് കണക്ട് ചെയ്യുക. എൻഷുർ ദ ത്രെഡ് ഈസ് സ്ട്രെച്ച് ടൈറ്റ്ലി ബിറ്റ്വീൻ ദ 2 മാച്ച് ബോക്സ്. അപ്പോൾ ഈ ത്രെഡ് ടൈറ്റ് ആയിട്ടിരിക്കണം നമ്മൾ ശ്രദ്ധിക്കുക കേട്ടോ. ദെൻ ഹോൾഡ് 1 മാച്ച് ബോക്സ് ടു യുവർ മൗത്ത് ആൻഡ് സ്പീക്ക് ഇറ്റ് ടു. ഒരെണ്ണത്തിന് നമ്മൾ നമ്മുടെ വായുടെ ഭാഗത്തുകൊണ്ട് സംസാരിക്കുക. അപ്പോൾ എന്ത് സംഭവിക്കും? സംസാരിക്കുമ്പോൾ ആ വൈബ്രേഷൻ നല്ലോണം ടൈറ്റായിട്ട് വലിച്ച് ഇരിക്കണം കേട്ടോ. ഈ കമ്പി എന്ന് പറഞ്ഞിരിക്കുന്നത് നൂല് അല്ലെങ്കിൽ നൂൽക്കമ്പി എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം അതെങ്ങനെയാണ്? അതിലുമ്പഴേ വൈബ്രേഷൻ, നമ്മൾ സംസാരിക്കുമ്പോൾ അതിലുമ്പഴേ വൈബ്രേഷൻ വരും. അപ്പോൾ ഇത് നമ്മൾ ചെവിയുടെ ഭാഗത്ത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ സൗണ്ട് ക്ലിയർ ആയിട്ട് കേൾക്കാൻ സാധിക്കും കേട്ടോ. അതാണ് ഹോൾഡ് 1 മാച്ച് ബോക്സ് ടു യുവർ മൗത്ത് ആൻഡ് സ്പീക്ക് ഇൻ ടു ഇറ്റ്. ദ സൗണ്ട് വൈബ്രേഷൻസ് ട്രാവൽ ത്രൂ ദ ത്രെഡ് ടു ദ അതർ മാച്ച് ബോക്സ് മേക്കിംഗ് ദ സൗണ്ട് ഓഡിബിൾ ഓൺ ദ അതർ എൻഡ്. കേൾക്കാൻ സാധിക്കും. ഇപ്പം നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്ന ഒരു എക്സ്പെരിമെൻ്റ് ആണ് കേട്ടോ. ദിസ് സിമ്പിൾ എക്സ്പെരിമെന്റ് ഡെമോൺസ്ട്രേറ്റ് ഹൗ സൗണ്ട് വേവ്സ് ക്യാൻ ട്രാവൽ ത്രൂ എ മീഡിയം ലൈക്ക് എ ത്രെഡ് അലോങ് കമ്മ്യൂണിക്കേഷൻ ഓവർ എ ഷോർട്ട് ഡിസ്റ്റൻസ്. അല്ലെ, ചെറിയൊരു ഡിസ്റ്റൻസിൽ കമ്മ്യൂണിക്കേഷൻ അവിടെ സാധ്യമാകുന്നുണ്ട്. ഈ ഒരു എക്സ്പെരിമെന്റ് നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്ന എക്സ്പെരിമെന്റ് ആണ് കേട്ടോ. ചെയ്ത് നോക്കുക. അപ്പോൾ എന്താണ്? തീപ്പെട്ടി കേട്ടോ. തീപ്പെട്ടി ഫോണാണ് നമ്മൾ ഉണ്ടാക്കുന്നത് കേട്ടോ. തീപ്പെട്ടിക്കൂടും നൂല് അല്ലെങ്കിൽ നൂൽക്കമ്പി ഇവ ഉപയോഗിച്ചിട്ട് തീപ്പെട്ടി ഫോൺ നിർമ്മിച്ച് പ്രവർത്തിപ്പിക്കുന്ന വിധമാണ് നമ്മൾ നോക്കുന്നത്. 2 തീപ്പെട്ടിക്കൂടുകളെ നൂൽക്കമ്പി അല്ലെങ്കിൽ ചരട് ഉപയോഗിച്ച് ബന്ധിപ്പിക്കുക. നൂല് നന്നായി, അതാണ് ശ്രദ്ധിക്കുന്നത് കേട്ടോ, നൂല് നന്നായി വലിഞ്ഞു നിൽക്കത്തക്ക രീതിയിൽ തീപ്പെട്ടിക്കൂടുകളെ പിടിക്കണം. ഒരു തീപ്പെട്ടിയിലൂടെ സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദം നൂലിലൂടെ പ്രേഷണം ചെയ്ത് മറ്റേ തീപ്പെട്ടിയിലെത്തുകയും നന്നായി കേൾക്കാൻ സാധിക്കുകയും ചെയ്യുന്നു. മനസ്സിലായല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ. റൈറ്റ് ഡൗൺ വെദർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ ഓർ ഫോൾസ്. കറക്റ്റ് ദം ഇഫ് റോങ്. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ ശരിയോ തെറ്റോ എന്ന് എഴുതുക. തെറ്റുണ്ടെങ്കിൽ തിരുത്തി എഴുതാനുമാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യം നോക്കിയേ. സൗണ്ട് ക്യാൻ ട്രാവൽ ത്രൂ വാക്വം. ശബ്ദം ശൂന്യതയിലൂടെ സഞ്ചരിക്കും. ശബ്ദം ശൂന്യതയിലൂടെ സഞ്ചരിക്കുമോ? ഇല്ല. അപ്പോൾ അത് റോങ് ആണ് അല്ലേ? ഫോൾസ് ആണ്. ഫോൾസ് നമുക്ക് പറയാം ഇല്ലേ? ശബ്ദം എങ്ങനെയാണ്? ശൂന്യതയിലൂടെ സഞ്ചരിക്കുന്നില്ല, തെറ്റാണെന്ന് പറയാം. ശബ്ദം എങ്ങനെയാണ്? അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. ശബ്ദത്തിന് സഞ്ചരിക്കാൻ എന്താണ്? ഒരു മാധ്യമം ആവശ്യമാണ് ഇല്ലേ? ശബ്ദത്തിന് സഞ്ചരിക്കാൻ എന്താണ്? ഒരു മാധ്യമം ആവശ്യമാണ്. Then sound is produced by the vibration of object. വസ്തുക്കളുടെ കമ്പനം മൂലം ശബ്ദം ഉണ്ടാകുന്നു. അത് ട്രൂ ആണ് അല്ലേ? വസ്തുക്കളുടെ കമ്പനം മൂലമാണ് ശബ്ദം ഉണ്ടാകുന്നത്. ശരിയാണ്. ഇനി അടുത്തത്. The speed of sound in solid is greater than that in gases. ഖരവസ്തുക്കളിലെ ശബ്ദവേഗം വാതകങ്ങളിലെ വേഗത്തേക്കാൾ കൂടുതലാണ്. അതൊന്നാണ് ട്രൂ തന്നെയാണ്. ഖരവസ്തുക്കളിലെ ശബ്ദത്തിന്റെ വേഗം കൂടുതൽ. അപ്പോൾ അതും ശരിയാണ്. ഇനി സ്പീഡ് ഓഫ് സൗണ്ട് ഡിക്രീസസ് ആസ് ടെമ്പറേച്ചർ ഇൻക്രീസസ്. താപനില കൂടുമ്പോൾ ശബ്ദവേഗം കുറയുന്നു. അതെന്നാണ് ഫോൾസ് ആണ് അല്ലേ? താപനില കൂടുമ്പോൾ എങ്ങനെയാണ്? ടെമ്പറേച്ചർ കൂടുമ്പോൾ എങ്ങനെയാണ്? ശബ്ദത്തിന്റെ വേഗവും അവിടെ കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഫോൾസ് ആയ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്.
മനസ്സിലായല്ലോ? അപ്പം മനസ്സിലാക്കി എഴുതുക കേട്ടോ. അതോടെ ആൻസർ കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ ഫോൾസ് ആണ് കേട്ടോ. സൗണ്ട് ക്യാൻ ട്രാവൽ ത്രൂ വാക്വം ബിക്കോസ് സൗണ്ട് റിക്വയർസ് എ മീഡിയം ഫോർ പ്രൊപ്പഗേഷൻ. സൗണ്ട് ശൂന്യതയിൽ സഞ്ചരിക്കുന്നില്ല. സൗണ്ടിന് എന്ത് ആവശ്യമായിട്ടുണ്ട്? ഒരു മാധ്യമം ആവശ്യമാണ്. സൗണ്ട് ട്രാവൽ ചെയ്യാൻ ഒരു മാധ്യമം ആവശ്യമാണ് കേട്ടോ. അതും കൂടി എഴുതി ചേർക്കുക കേട്ടോ. മാധ്യമം ആവശ്യമാണ്. രണ്ടാമത്തെ പറഞ്ഞു ട്രൂ എന്ന് പറഞ്ഞു. പിന്നെ മൂന്നാമത്തെ ട്രൂ ആണ്. നാലാമത്തെ ഫോൾസ് ആണെന്ന് പറഞ്ഞു. സ്പീഡ് ഓഫ് സൗണ്ട് ഇൻക്രീസ് ആസ് ടെമ്പറേച്ചർ ഇൻക്രീസ്. നമ്മൾ പഠിച്ചാണല്ലേ, താപനില കൂടുമ്പോൾ സ്പീഡ് ഓഫ് സൗണ്ട്, ശബ്ദവേഗം എങ്ങനെയാണ്? കൂടുവാണ് ചെയ്യുന്നത്. മനസ്സിലാക്കുക കേട്ടോ. താപനില കൂടുമ്പോൾ ശബ്ദവേഗവും കൂടുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഗിവൺ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് പ്രൊഡ്യൂസ് സൗണ്ട് ബൈ ദ വൈബ്രേഷൻ ഓഫ് ദി ലെതർ ഡയഫ്രം? തന്നിരിക്കുന്ന സംഗീതോപകരണങ്ങൾ തുകൽ കമ്പനം ചെയ്യുന്നത് മൂലം ശബ്ദമുണ്ടാക്കുന്നവ ഏതെല്ലാം? തുകൽ കമ്പനം ചെയ്യുമ്പോൾ ശബ്ദം ഉണ്ടാക്കുന്ന ഏതൊക്കെയാണ്? വയലിനുണ്ടോ? വയലിൻ ഏർക്കോളമാണ്. ചെണ്ട അല്ലേ? ചെണ്ട തുകല് കമ്പനം ചെയ്യുമ്പോൾ സൗണ്ട് ഉണ്ടാകുന്നു. ഫ്ലൂട്ട് ഉണ്ടോ? ഇല്ല. മൃദംഗമുണ്ട് അല്ലേ? മൃദംഗമുണ്ട്. പിന്നെ വീണയുണ്ടോ? ഇല്ല. തബലയുണ്ട്. മനസ്സിലായില്ലേ? വീണയും ഫ്ലൂട്ടിലും വയലിനും ഒക്കെ എയർകോളവും ഇല്ലേ? എയർകോളോ പോലെ സ്ട്രിങ്സും ഒക്കെയാണ് അവിടെ കമ്പനം ചെയ്യുന്നത്. അതനുസരിച്ചിട്ടാണ് അവിടെ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? Then അടുത്ത ക്വസ്റ്റ്യൻ, ക്യാൻ ദ ആസ്ട്രോണറ്റ്സ് ഡയറക്ട്ലി ഹിയർ ഈച്ച് അതർ വൈൽ ടേക്കിംഗ് ഓൺ ദ ലൂണാർ സർഫസ്? വൈ? ചാന്ദ്രയാത്രികർക്ക് ചന്ദ്രോപരിതലത്തിൽ നിന്നുകൊണ്ട് നേരിട്ട് സംസാരിക്കുന്നത് പരസ്പരം കേൾക്കുവാൻ സാധിക്കുമോ? എന്തുകൊണ്ട് കേൾക്കാൻ സാധിക്കുമോ? ഇല്ല. അതിന് കാരണം എന്താണ്? ചന്ദ്രനിൽ അന്തരീക്ഷ വായു ഇല്ല, നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? സൗണ്ടിന് ട്രാവൽ ചെയ്യാൻ ഒരു മീഡിയം ആവശ്യമാണ്. ചന്ദ്രനിൽ അന്തരീക്ഷ വായു ഇല്ല, അതുകൊണ്ട് സൗണ്ട് അവിടെ ട്രാവൽ ചെയ്യുന്നില്ല. There is no atmosphere on the moon. Sound requires a medium for its propagation. എന്നാണ്, ചന്ദ്രനിൽ അന്തരീക്ഷ വായു ഇല്ല, അതിനാൽ ശബ്ദപ്രേഷണം സാധ്യമല്ല. The next question, write down an example each for music and noise. സംഗീത, സ്വരം, ഒച്ച എന്നിവയ്ക്ക് ഓരോ ഉദാഹരണം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. മ്യൂസിക് ഏതാണ്? സൗണ്ട് പ്രൊഡ്യൂസ്ഡ് ബൈ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് സച്ച് ആസ് ഗിറ്റാർ, വീണ, വയലിൻ, ഇതൊക്കെ എന്താണ്? മ്യൂസിക്കാണ്. നോയ്സ് എന്ന് പറഞ്ഞാലാണ് സൗണ്ട് ഫ്രം ഹെവി ട്രക്സ്, റെയിൽവേ എഞ്ചിൻ ഹോൺസ്, ഫോൾട്ടി ലൗഡ് സ്പീക്കർ, ഇതൊക്കെ എന്താണ്? നോയ്സിന് എക്സാമ്പിളാണ്. അല്ലെങ്കിൽ പാറ പൊട്ടിക്കലുണ്ടാകുന്ന ശബ്ദം, ഇതെല്ലാം എന്താണ്? ഒച്ചയ്ക്ക് ഉദാഹരണമാണ്. സംഗീതത്തിന് ഉദാഹരണം ഓടക്കുഴൽ നാദം അല്ലെങ്കിൽ മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ഉണ്ടല്ലോ, അതിന് എക്സാമ്പിൾ. അതൊക്കെ എന്താണ്? സംഗീതത്തിന് അല്ലെങ്കിൽ മ്യൂസിക്കിന് എക്സാമ്പിൾസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, സജസ്റ്റ് 2 ways to reduce noise pollution. ശബ്ദമലിനീകരണം കുറയ്ക്കാൻ 2 മാർഗ്ഗങ്ങൾ. നമ്മൾ പഠിച്ചാണല്ലോ, ഏതെങ്കിലും 2 മാർഗ്ഗങ്ങൾ എഴുതുക കേട്ടോ. ഡോണ്ട് യൂസ് എയർ ഹോൺസ് ഇൻ വെഹിക്കിൾസ്. പഠിച്ചാണ് വാഹനങ്ങളിൽ എയർ ഹോണുകൾ ഉപയോഗിക്കില്ല. എൻഷുർ ദാറ്റ് സൈലൻസേഴ്സ് ഇൻ വെഹിക്കിൾസ് ആർ വർക്കിംഗ് എഫിഷ്യൻ്റ്ലി. വാഹനങ്ങളിലെ സൈലൻസറുകൾ ശരിയായ വിധത്തിൽ പ്രവർത്തിക്കുന്നു ഉറപ്പുവരുത്തുക. യൂസ് ബോക്സ് ടൈപ്പ് ഇൻസ്റ്റെഡ് ഓഫ് ഹോൺ ടൈപ്പ് ലൗഡ് സ്പീക്കേഴ്സ്. ഹോൺ ടൈപ്പ് ലൗഡ് സ്പീക്കറിന് പകരം ബോക്സ് ടൈപ്പിലുള്ള ലൗഡ് സ്പീക്കറുകൾ ഉപയോഗിക്കുക. പ്ലാന്റ് മോർ ട്രീസ് ടു റെഡ്യൂസ് നോയിസ് പൊല്യൂഷൻ. ശബ്ദമലിനീകരണത്തിന് രക്ഷ നേടാൻ ധാരാളം മരങ്ങൾ വച്ചു പിടിപ്പിക്കുക. then അടുത്ത എന്താണ്? ഡോണ്ട് യൂസ് ലൗഡ് സ്പീക്കേഴ്സ് ഇൻ പബ്ലിക് പ്ലേസസ് ബിഫോർ 6 AM ആൻഡ് ആഫ്റ്റർ 10 PM. രാവിലെ 6 മണിക്ക് മുമ്പും രാത്രി 10 മണിക്ക് ശേഷവും പൊതുസ്ഥലങ്ങളിൽ ലൗഡ് സ്പീക്കറുകൾ ഉപയോഗിക്കരുത്. അവോയ്ഡ് ലൗഡ് നോയിസ് നിയർ ഹോസ്പിറ്റൽ, സ്കൂൾസ്, കോർട്സ് എക്സെട്ര. ആശുപത്രികൾ, വിദ്യാലയങ്ങൾ, കോടതികൾ തുടങ്ങിയവയുടെ പരിസരത്ത് ഉച്ചത്തിലുള്ള ശബ്ദം ഒഴിവാക്കുക. ഏതെങ്കിലും 2 മാർഗ്ഗങ്ങൾ എഴുതുക കേട്ടോ. എല്ലാം പഠിക്കുക. 2ഓ 4ഓ ഒക്കെ ചോദിക്കും കേട്ടോ, അതനുസരിച്ച് എഴുതുക. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് മീഡിയംസ് ഹാസ് എ ഹയസ്റ്റ് സ്പീഡ് ഓഫ് സൗണ്ട്? വിച്ച് ഹാസ് ദ ലോവസ്റ്റ്? ചുവടെ നൽകിയിരുന്ന ഏതിനാണ് ശബ്ദത്തിന് ഏറ്റവും കൂടിയ വേഗത ഉള്ളത്, കുറഞ്ഞ വേഗം? സോളിഡ്, ഗ്യാസ്, വാക്വം, ലിക്വിഡ്? ഏതിനാണ് കൂടുതൽ വേഗമുള്ളത്? സോളിഡിന് അല്ലേ? സോളിഡിനാണ് കൂടുതൽ വേഗം, കൂടുതൽ ഹൈ അല്ലേ? അല്ലെങ്കിൽ നമുക്ക് എന്ന് പറയാം ഹയസ്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലേ? ഹയസ്റ്റ് കൂടുതൽ ഏതിനാണ്? സോളിഡിലാണ് ഏറ്റവും കൂടുതലുള്ളത്. സോളിഡ് അതായത് എന്താണ്? ഖരം അല്ലേ? സോളിഡ് അല്ലെങ്കിൽ ഖര അവസ്ഥയിലിരിക്കുമ്പോഴാണ് സൗണ്ടിന് വേഗം കൂടുതലുള്ളത്. ഇനി എന്താണ്? വിച്ച് ഹാസ് എ ലോവസ്റ്റ് ഏറ്റവും കുറവ് ഏതാണ്? കുറഞ്ഞത് അല്ലേ? കുറഞ്ഞത് ഏതിനാണുള്ളത്? കുറഞ്ഞത് വാതകത്തിനാണ് അല്ലേ? വാതകം അതായത് എന്താണ്? ഗ്യാസ് അല്ലെങ്കിൽ വാതകം. ഒട്ടുമില്ലാത്ത ഏതിലാണ്? വാക്വത്തിൽ ഒട്ടുമില്ല അല്ലേ? വാക്വത്തിൽ ഒട്ടുമില്ല, ശൂന്യതയിൽ ഒട്ടുമില്ല. ഏറ്റവും കുറഞ്ഞ വേഗതയുള്ളത് ഗ്യാസിലാണ്, വാതകത്തിലാണ്. മനസ്സിലായല്ലോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഡിസ്ക്രൈബ് ദ ബെൽ ജാർ എക്സ്പെരിമെന്റ് ടു പ്രൂവ് ദാറ്റ് സൗണ്ട് റിക്വയർസ് എ മീഡിയം ഫോർ പ്രൊപ്പഗേഷൻ. ശബ്ദത്തിന് സഞ്ചരിക്കാൻ ഒരു മാധ്യമം ആവശ്യമാണെന്ന് തെളിയിക്കാനുള്ള ബെൽജാർ പരീക്ഷണം വിശദമാക്കുക. നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ആദ്യമേ കണ്ടതാണല്ലേ ബെൽജാർ പരീക്ഷണം. അത് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ എക്യുപ്മെന്റ്സ് കണ്ടില്ല, ഒരു ബാറ്ററി ഉപയോഗിച്ചൊരു ബെൽജാർ പ്രവർത്തിക്കുന്നുണ്ട്, ഒരു വാക്വം പമ്പൊക്കെ കണക്ട് ചെയ്തിട്ടുണ്ട്. നോക്കാം.
Connect an electric bell to an airtight glass bell jar that's connected to a vacuum pump. Suspend the bell inside the jar. Press the bell switch and listen to the bell ring. Gradually pump out the air from the jar using the vacuum pump. As the air is pumped out, the sound of the bell will become fainter and eventually stop. When there is no air left in the jar, no sound can be heard, even though the bell's hammer is still vibrating. മനസ്സിലായല്ലോ? നമ്മൾ എന്താണ് ഓട്ടോമാറ്റിക്കായിട്ട് പ്രവർത്തിക്കുന്നത്, ബാറ്ററി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നതാണ്. ബെല്ല് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളൊരു വാക്വം പമ്പ് ഉപയോഗിച്ചിട്ട് എയറിനെ പതിയെ റിമൂവ് ചെയ്യുക. അപ്പോൾ റിമൂവ് ചെയ്യുന്നതനുസരിച്ചിട്ട് എന്താണ് ശബ്ദം കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും, എക്സ്പീരിയൻസ് ചെയ്യും. കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ, എയർ കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? അവിടെ നമുക്ക് സൗണ്ടുകളൊന്നും കേൾക്കാൻ സാധിക്കില്ല. ഈ ബെല്ലിങ് ഇറങ്ങി ചെയ്തുകൊണ്ടിരിക്കും, പക്ഷെ സൗണ്ട് കേൾക്കുമോ? ഇല്ല. മനസ്സിലായല്ലോ? നോക്കൂ കേട്ടോ. വാക്വം പമ്പ് ഘടിപ്പിച്ച ഒരു ജാറിനുള്ളിൽ ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന അലാം തൂക്കിയിടുക. സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ബെൽ പ്രവർത്തിക്കുന്നത് കാണുന്നതോടൊപ്പം ശബ്ദം കേൾക്കുകയും ചെയ്യുന്നു. വാക്വം പമ്പ് പ്രവർത്തിപ്പിക്കുക, അല്ലെ? വാക്വം പമ്പ് ഉപയോഗിച്ചിട്ട് എയറിനെ നമ്മൾ റിമൂവ് ചെയ്യുക. ബെൽ ജാറിനുള്ളിൽ വായു കുറയുന്നതനുസരിച്ച് ശബ്ദവും നേർത്ത് വരുന്നതായി അനുഭവപ്പെടുന്നു. വായു പൂർണ്ണമായും നീക്കം ചെയ്യപ്പെട്ടപ്പോൾ ശബ്ദം കേൾക്കാതെയാവുന്നു. അപ്പോൾ ബെൽ പ്രവർത്തിക്കുന്നത് കാണാൻ സാധിക്കുന്നു, അല്ലേ? നമ്മൾ വാക്വം പമ്പ് ഉപയോഗിച്ച് എയറിനെ മുഴുവൻ റിമൂവ് ചെയ്തു, അപ്പോഴും ബെല്ലവിടെ പ്രവർത്തിക്കുന്നത്, പക്ഷെ സൗണ്ട് കേൾക്കാൻ സാധിക്കുമോ? ഇല്ല. അത് നമുക്ക് എന്താണ് പറയാൻ സാധിക്കുന്നത്? ശബ്ദത്തിന് ട്രാവൽ ചെയ്യാൻ, സഞ്ചരിക്കാൻ എന്താണ് ഒരു മാധ്യമം ആവശ്യമാണ്. മനസ്സിലായല്ലോ? അപ്പം ഇത്രയും ക്വസ്റ്റ്യൻസുകളാണ് നമ്മുടെ ലെറ്റസ് എസ്എസിലുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്റർ ആണ് കേട്ടോ. നിങ്ങൾ കഴിഞ്ഞ വർഷം കുറേ കാര്യങ്ങളൊക്കെ പഠിച്ചു കാണും കേട്ടോ. പഠിക്കാത്ത കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം പഠിക്കുക, കൃത്യമായിട്ട് പോയിന്റുകളൊക്കെ അനലൈസ് ചെയ്ത് പഠിക്കുക കേട്ടോ. അപ്പം ഈ ഒരു ലെറ്റസ് എസ്എസിലെ എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? കമൻറ്റ് ചെയ്യുക, വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ജോയിൻ ചെയ്യുക, ഡൗട്ടുകളൊക്കെ ഡിസ്കസ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഉപകാരമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യുക കേട്ടോ. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും നല്ലോണം പഠിക്കുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക്